ഇന്ന് നമുക്ക് കുറച്ച് നല്ല നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഈ മത്തി നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ നാടൻ പയറാണ് ഇന്ന് ഉപ്പേരിക്ക് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ വേഗം തന്നെ ഉപ്പേരിയെല്ലാം മുറിച്ചിട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഷുട്ടൂൻ്റെ മൂഡ് മാറുന്നതിനനുസരിച്ച് എല്ലാ പണിയും താളം തെറ്റും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വേഗം റെഡിയാക്കി. പിന്നെ ഇത് നമ്മുടെ ഞണ്ടിൻ്റെ ആവശ്യത്തിനുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെയാണ്. അപ്പോഴേക്കും ഇതാ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം മുറിച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ നേരെ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. പാനല്ല, ചീൻചട്ടി, ഇരുമ്പിൻ്റെ ചീൻചട്ടി. അപ്പോഴേക്കും ഞാൻ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പയർ. കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ഉപ്പേരി സെറ്റാക്കി ഒന്ന് ഇളക്കി അവിടെ മൂടി വെച്ചു. അപ്പോഴേക്കും പിന്നെ അമ്മ നമ്മുടെ എന്താ പറയുക ഞണ്ടിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി തേങ്ങ അരച്ച് വയ്ക്കാം ഞണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലും പച്ചക്കറിയും കൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി. അപ്പോഴേക്ക് നമ്മുടെ ബീനാൻറ്റി ഞണ്ടൊക്കെ മുറിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പച്ചമുളകും തക്കാളി ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തു. ഉള്ളി ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മ. പിന്നെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ വാട്ടി വെച്ച ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ അതങ്ങ് അടുപ്പത്ത് വെച്ചു. നല്ല പോലെ നമ്മുടെ ഞണ്ട് തിളച്ച് വരുമ്പോൾ പിന്നെ നമ്മുടെ അരപ്പും ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ പിന്നെ നമ്മുടെ ഞണ്ട് കറി റെഡിയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കടുക് പൊട്ടിച്ച് ഇടും. അപ്പോഴേക്കിത് നമ്മൾ മത്തിയൊക്കെ മുറിച്ച് സെറ്റാക്കി മഞ്ഞൾ ഉപ്പൊക്കെ തേച്ച് നന്നായിട്ട് അമ്മ ഇങ്ങനെ തിരുമ്മി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് കറി റെഡി. പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെയും അടുപ്പത്തേക്ക് വെക്കാൻ